നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിലെ അൽ നസർ പൊട്ടി. ACL 2 ഫൈനൽ മത്സരത്തിൽ ജാപ്പാനീസ് ക്ലബ്ബായ ഗാംബ ഒസാക്കയോട് പൊട്ടി അൽ നസർ കിരീടം കൈവിട്ടു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് പൊട്ടിയത്. കളിയിൽ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയത് അൽ നസറാണ്. നിരവധി അവസരങ്ങൾ, എത്ര അവസരങ്ങൾ, എന്നിട്ടും പക്ഷേ കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല. ഗാംബ ഒസാക്ക ഒരു ഗോൾ അടിച്ചു. പക്ഷേ അൽ നസർ ഉണ്ടാക്കിയെടുത്ത അവസരങ്ങൾ അവർക്ക് പക്ഷേ ഫൈനൽ തേർഡിൽ അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല, അത്ര ക്ലിനിക്കലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യ പകുതിയൊക്കെ പറയുമ്പോൾ ഒരു ഗോളിന് ഗാംബ ഒസാക്ക ലീഡെടുത്തെങ്കിലും നിരവധി അവസരങ്ങൾ അൽ നസർ ഉണ്ടാക്കി. പക്ഷെ ആ ഒരു ഏർജൻസി എവിടെ അവർക്ക് നഷ്ടമായി. ഫൈനൽ തേർഡിലെ മികവ് നഷ്ടമായി. രണ്ടാം പകുതിയിലും അത് തന്നെ സംഭവിച്ചു. അങ്ങനെയാണ് അൽ നസർ കിരീടം കൈവിടുന്നത്. മത്സരത്തിൽ അൽ നസറിൻ്റെ സൂപ്പർ താരങ്ങൾ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു. ജാവോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും ഒക്കെ ആദ്യ 11 ഉണ്ടായിരുന്നു. എന്നാൽ കളിയുടെ ആദ്യ പകുതി പിന്നീട് മുമ്പ്, അതായത് 30ാമത്തെ മിനിറ്റിൽ തന്നെ ഡെനിസ് ഹിമ്മത്തിലൂടെ ഗോളടിച്ച് ഗാംബ ഒസാക്ക ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ അൽ നസർ ഗോൾ മടക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി. പക്ഷേ ശ്രമങ്ങളൊന്നും ഫലപ്രദമായി അവർക്ക് ഗോളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ കളി കൈവിടുകയായിരുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 5 ഷോട്ടുകൾ ഈ കളിയിൽ ഉതിർത്തു. 3 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം 2 നല്ല ചാൻസുകൾ, ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു. ഏതായാലും മത്സരം പൊട്ടി, കിരീടം പോയി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.